രാജു പി നായർ, നിസാർ കുംബ്ലെയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്നുണ്ടോ? അഥവാ നിസാർ കുംബ്ലെ പറഞ്ഞ ഈ റോഷിപാലിനെ കൈപ്പാങ്ങിന് തീർത്തേക്കണം എന്ന ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ അനുകൂല ഇടങ്ങളിൽ പ്രചരിക്കുന്ന അത്യന്തം ഹീനവും, ഒരു നിമിഷം എന്റെ ചോദ്യം അവസാനിക്കട്ടെ സാർ, ഒരു നിമിഷം ശ്രീ രാജു പി നായർ, എന്റെ ചോദ്യം അവസാനിക്കട്ടെ. ഇപ്പോഴും കോൺഗ്രസിന്റെ സൈബർ അനുകൂല ഇടങ്ങളിൽ പ്രചരിക്കുന്ന SDP-യുടെ തീവ്ര സ്വഭാവമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ആ കാര്യം മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് മറ്റു ചർച്ചകളിലേക്ക് പോകാം. അരുണേ, റോഷിപാൽ പറഞ്ഞ വാക്കെന്താ? SDP-യുടെ പിന്തുണ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുക സാധ്യമല്ല. ഇവിടെ പാലക്കാട് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ വോട്ട് കൊണ്ട് മാത്രം സാധ്യമല്ല. മതേതര SDP വോട്ട് വേണം, എങ്കിൽ മാത്രമേ പാലക്കാട് പച്ച തൊടാൻ UDF-ന് കഴിയുള്ളൂ. ഈ പാലക്കാട് നഗരസഭയ്ക്ക് ഇപ്പം ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. പാലക്കാട് നഗരസഭയ്ക്ക് 7 റൗണ്ട് UDF പിന്നിൽ പോകും, BJP ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞെടുത്ത് RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മർമ്മത്തടിച്ച് 3ാമത്തെ റൗണ്ട് മുതൽ ലീഡ് ചെയ്തു തുടങ്ങി രാഹുൽ മാങ്കൂട്ടം. ഇത് CPM-ന്റെ നറേറ്റീവ് അല്ലേ? അതായത് നിങ്ങൾ ഈ കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്തേക്കണമെന്ന അത്യന്തം ഹിംസാത്മകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയിൽ രാജു പി നായർ അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങൾ ഒരു ഹിംസയും ന്യായീകരിക്കുന്നില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലയോ? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ ഔദ്യോഗികമായിട്ട് എടുത്ത നിലപാട് ഞങ്ങൾ വക്താക്കൾ നിങ്ങളുടെ ഫ്ലോറിൽ വന്ന് അത് പറയാനാണല്ലോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് താങ്കളുടെ നിലപാട് ഇനിയും പറഞ്ഞിട്ടില്ല. എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയണ്ടു. ഒന്ന്, SDP-യുടെ വോട്ട് വേണ്ട, SDP എന്ന പേരെടുത്തു പറഞ്ഞ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് തിരഞ്ഞെടുപ്പിന് മുൻപ് SDP-യുടെ വോട്ട് വേണ്ട എന്നൊരു നിലപാട് ഏതെങ്കിലും ഒരു ചാനലിൽ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകനോട് പറഞ്ഞതായി താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാമോ? ചോദ്യം നമ്പർ 1. SDP എന്ന പേരെടുത്തു പറഞ്ഞ് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുക, അങ്ങനെ തന്നെ പറയാം. കാരണം SDP എന്ന സംഘടന നിങ്ങൾക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോഴാണ് ആ ചോദ്യം വരുന്നത്. അരുൺ, ഞാൻ പറഞ്ഞുതരാം. ഒരു നിമിഷം എന്റെ ചോദ്യം ഒന്നേ ആയിട്ടുള്ളൂ. 2, ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കാണ് എനിക്ക് മറുപടി വേണ്ടത്. അല്ല, ഞങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത്തരത്തിൽ ഹിംസാത്മകമായ ഒന്നിനെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകരും എടുത്തെറിഞ്ഞിട്ടില്ല, ഒരു മണ്ണ് പോലും ഒരു കോൺഗ്രസ് പ്രവർത്തകർ എടുത്തെറിഞ്ഞിട്ടില്ല. അരുൺ, ഒരു മിനിറ്റ്. അല്ല, അത് തന്നെ പറഞ്ഞത് അത് തന്നെയാ. SDP-യുടെയും ജമാഅത്തിയുടെയും ഇസ്ലാമിയുടെയും ഉൾപ്പെടെ പിന്തുണ സ്വീകരിച്ചതെല്ലാം കാലാകാലങ്ങളിൽ CPM ആണ് അല്ലെ? മദനിയെ കൂടെ ഇരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ നേതാവിന്റെ പേരെന്താ? ഏത് മദനി? P. ജയരാജൻ പറഞ്ഞ മുസ്ലിം യുവാക്കളെ ഹിംസാത്മകമായ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന മദനിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് മദനിക്ക് വേണ്ടി വേദിയിൽ കാത്തിരുന്നുകൊണ്ട് അവിടെ നടത്തിയത് ആരാ? ഇല്ലേ? ആരാ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് PDP പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. അരുൺ, എനിക്കൊന്ന് കാണിച്ചതാ. ഞങ്ങൾക്ക് PDP-യുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് അരുണൊന്ന് കാണിച്ചു തരൂ, ഉണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെ പിന്തുണ വേണ്ട. ഞങ്ങൾ ഈ വർഗീയവാദം CPM കത്തിക്കാൻ ശ്രമിച്ച ഇടങ്ങളിലെല്ലാം ഇല്ലേ, വഖഫ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളിൽ വിശ്വാസക്കുറവ് ഉണ്ടാക്കാൻ നോക്കിയല്ലോ. മുസ്ലിം മതവിഭാഗത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി സന്ദീപാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വെച്ച് പോസ്റ്റ് ചെയ്തല്ലോ. അവിടെയെല്ലാം RSSന്റെ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ടാണ് ഈ ചരിത്രം. അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. അതെല്ലാം മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. എന്റെ ചോദ്യം ഞാൻ വിനീതമായി ആവർത്തിക്കുന്നു. ഞാൻ 7ാമത്തെ തവണ ആവർത്തിക്കുന്നു. SDP-യുടെ വോട്ട് വേണ്ട എന്ന് പേരെടുത്ത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ, ഏതെങ്കിലും ഒരു ചാനലിൽ, ഏതെങ്കിലും ഒരു പൊതുയോഗത്തിൽ, ഏതെങ്കിലും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും UDF-ന്റെ ഏതെങ്കിലും ഒരു നേതാവ്, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞിട്ടുണ്ടോ തിരഞ്ഞെടുപ്പിന് മുൻപ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഒരു വർഗീയത മാത്രം പേരെടുത്ത് പറയണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞതാ, ഒരു വർഗീയവാദിയുടെ വോട്ടും വേണ്ട,
ഒരു വർഗീയവാദി എന്ന് പറഞ്ഞാൽ RSSഉം SDPയും ഉൾപ്പെടെ PDP ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികൾ എല്ലാം അതിനകത്ത് ഉൾപ്പെടാം. അപ്പൊ ഞങ്ങൾ ഒരു പേരെടുത്ത് പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് RSSന്റെ വോട്ട് വേണം അല്ലേ എന്ന്? SDPയുടെ വേണ്ട, ജമാഅത്തിന്റെ വേണ്ട, RSSന്റെ വേണ്ട, സ്വീകരിച്ചു ഇത് നിങ്ങൾക്ക് എടുത്തല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. പേര് SDPയുടെ പേര് എടുത്തൊരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നു. ഞാൻ തന്നെ പലതവണ ചോദിച്ചു SDPയുടെ വോട്ട് വേണ്ടോ വേണ്ടയോ. അത് തന്നെയാണ് പറഞ്ഞത്. അരുണെ വളരെ വ്യക്തമാണ്, കാര്യം വളരെ വ്യക്തമാണ്. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് SDPയും പെടും, RSSഉം പെടും, മറ്റുള്ള തീവ്ര നിലപാടുള്ള പാർട്ടികളും പെടും. പക്ഷേ അതിൽ SDP പെടുമോ എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് ഇപ്പോൾ രാജു പി നായർ പറഞ്ഞ ഒരു മറുപടിയും തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞത് ഞാൻ വെല്ലുവിളിക്കുകയാണ് രാജു പി നായരെ. രാജു പി നായരെ വെല്ലുവിളിക്കുക. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജു പി നായർക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ SDPയുടെ വോട്ട് വേണ്ട എന്ന് പേരെടുത്തു പറഞ്ഞ് നിഷേധിച്ച ഒരു സന്ദർഭം രാജു പി നായർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അല്ല ഞാൻ ചോദിക്കട്ടെ, അരുണിന് സംശയമുണ്ടോ SDP തീവ്രവാദ സംഘടന അല്ലാന്ന്? എനിക്ക് 100% സംശയം ഇല്ലാത്തൊരു കാര്യമാണത്. ആ സംഘടന നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഞെട്ടി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞെട്ടി. ആ സംഘടന നിങ്ങൾ ആഘോഷം നടത്തുന്നതിന് മുമ്പ് പാലക്കാട് തെരുവിലിറങ്ങി ആഘോഷം നടത്തിയപ്പോൾ വീണ്ടും ഞെട്ടി. ആ സംഘടനയെ നിങ്ങൾ തിരുത്തിയില്ല. ആ സമയത്തും SDP നടത്തിയത് തള്ളി പറഞ്ഞില്ല. നോക്കൂ, ഈ നിമിഷവും എന്റെ ചോദ്യം ഒറ്റ ചോദ്യമാണ്. SDP പേരെടുത്തു പറഞ്ഞ് ആ വോട്ട് വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്നതാണ് ചോദ്യം. ഞാൻ ഈ ചോദ്യം ആവർത്തിച്ച് പ്രേക്ഷകർക്ക് അത് മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. അതിനുള്ള മറുപടി ഞാൻ പറയാം. SDP ആഹ്ലാദ പ്രകടനം നടത്തിയെങ്കിൽ ഈ ഓസ്ട്രേലിയയും സിംബാബ്വേയും തമ്മിൽ ക്രിക്കറ്റ് കളി മത്സരം നടന്ന ഓസ്ട്രേലിയ ജയിച്ച എന്തിനാ ബംഗ്ലാദേശ് ആഘോഷിക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. അത് ബംഗ്ലാദേശിനോട് ചോദിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി എന്ന് ഉറക്കത്തിൽ പോലും പറയാതിരിക്കാൻ ഗുളിക കഴിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, മറ്റേ ടൂറിന് പോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിയെ 400-ൽ നിന്ന് 240 എത്തിച്ചപ്പോൾ ഞങ്ങളും കൂടിയാണ് വിജയിപ്പിച്ചതെന്ന് പറയുന്ന ചില ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അതേ നിലപാട് SDP എടുത്തെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അത്രയും മാത്രം കൂട്ടിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചോളം മതേതര ചേരിയുടെ വിജയമായിരുന്നു. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ഞങ്ങൾ പാലക്കാടും വയനാടും അതുപോലെ തന്നെ മുൻപ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉൾപ്പെടെ BJPയെ കെട്ടിവെച്ച കാശ് കൊടുക്കാത്ത നിലയിൽ, പാലക്കാട് എക്സെപ്ഷനാണ്, കെട്ടിവെച്ച കാശ് കൊടുക്കാത്ത നിലയിൽ BJPയുടെ വോട്ട് ഞങ്ങൾ കുറച്ചെങ്കിൽ എങ്ങനെയാണ് CPMന്റെ ശക്തി കേന്ദ്രമായ ചേലക്കരയിൽ BJPക്ക് 7% വോട്ട് കൂടിയത്? മതേതര നിലപാടാണ് നിങ്ങളുടെ. ചോദിക്കേണ്ടത് അവിടെയാണ്. പക്ഷേ സംവാദം ഈ വിഷയത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതിനും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യായീകരിക്കാൻ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് തള്ളിക്കളയാൻ അങ്ങ് 15-16 മിനിറ്റ് സമയമെടുത്തതുകൊണ്ടാണ് ചർച്ച ഇത്രയും നീണ്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഈ ചർച്ച നേരത്തെ പോകുമായിരുന്നില്ല. താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തള്ളിക്കളഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയണം. പക്ഷേ SDP ആഹ്ലാദ പ്രകടനം നടത്തിയതും SDP പടക്കം പൊട്ടിക്കാൻ വന്നതും അത് UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് തൊട്ടുമുമ്പായിരുന്നു എന്നതും റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. SDP-യുടെ വോട്ട് വേണോ എന്ന് ചോദിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യമാണ്. 240 ആക്കിയപ്പോൾ ഇവിടുത്തെ CPM ആഘോഷിച്ചില്ലേ? എന്ത് റോളുണ്ട് ആഘോഷിച്ചത്? തിരിച്ചു വരാം. Debate with Dr. Arun Kumar.